When I used to ask him, after I have grown up, I used to ask him, why do you work so tirelessly? At this age, he used to say, he's concerned about Muslim Ummah. And he started his political work in Kerala in 1940, I think. He came to Ponnani in 1954 for the MSF State Conference. I think Abu Haji is here, Abu Sahab, he will remember. In 1954, 1940, when he came for the MSF conference, when he was only 18 years old. And he gave his life, his time, his commitment towards the cause of the Muslim minorities of this country, being a part of Indian Union Muslim League for 54 long years. When I used to ask him, he used to say, one should work for the betterment of Muslim Ummah, because tomorrow you'll have to go back. That is the politics of Indian Union Muslim League. We are not answerable to anybody in this world, but we are answerable to Allah subhanahu wa ta'ala. On the day of reckoning, we should be able to answer. We should be able to answer to Allah subhanahu wa ta'ala alone. Like he used to say, like he used to quote Surah Imran and Surah Al-Nisa of the Holy Quran. He used to always quote. If I remember, he used to say, in most of his speeches, he used to say, Kuntum khaira ummatin ukhrijatul linnas. You are the best of community raised in this world, who will do good for the people and stand up against evil. And he used to say, Surah Al-Imran's these verses, which says, hold on to the rope of Allah subhanahu wa ta'ala and don't deter. Don't be scared. Because victory will come to those who hold on to the side of Allah subhanahu wa ta'ala. وَاِحْتَسِمُوا بِحَبْلِ اللَّهِ جَمِيعًا وَلَا تَفَرَّقُوا. That was the message. That was the message. The great visionary leaders of Islam and Khatimun Nabeen sallallahu alayhi wasallam gave us. We have a track to follow. Our politics is different from others. We follow the politics of humanity, and that should be the sense, and that should be what we should live for. ഇന്ത്യയുടെ പാർലമെന്റിലെ അംഗങ്ങൾ അവരുടെ ഒഴിവ് വേളകളിൽ പാർലമെന്റിന്റെ സമയം കഴിഞ്ഞാൽ അവരെല്ലാവരും വീട്ടിൽ പോകുന്നവരാണ്. പക്ഷേ ഞാൻ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഓർത്തു പോവുകയാണ്. പാർലമെന്റ് സന്ദർഭങ്ങൾ, സമ്മേളനങ്ങൾ കഴിഞ്ഞാൽ എന്റെ ഉപ്പ എന്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നില്ല.
അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ചു. പാറ്റ്നയിലൂടെ സഞ്ചരിച്ചു, മുർഷിദാബാദിലൂടെ സഞ്ചരിച്ചു, മുറാദാബാദിലൂടെ സഞ്ചരിച്ചു, ഇൻഡോറിലൂടെ സഞ്ചരിച്ചു, ജംഷഡ്പൂരിലെ, ബഗൽപൂരിലെ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരന്റെ കണ്ണുനീരും കഴുത്തറുത്തു മാറ്റപ്പെട്ട ശിരസ്സുകളുടെ ദുരന്തവും എന്റെ പ്രിയപ്പെട്ട ഉപ്പ കണ്ടു. ഞാനൊരിക്കൽ എന്റെ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ക്ഷീണിച്ച് അവശനായിരിക്കുന്നത്? നിങ്ങളെ ഒരു സന്ദർഭത്തിൽ പോലും ഞാൻ ഏറ്റവും നന്നായി ഞാൻ കാണാറില്ലല്ലോ. അങ്ങ് പരിക്ഷീണിതനാണ്, ഏത് നിമിഷത്തിലും അങ്ങ് ക്ഷീണിതനാണ് എന്നെന്റെ ഉപ്പയോട് ഒരു കുഞ്ഞുമോനെന്ന അർത്ഥത്തിൽ ഞാൻ ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞു, ഞാൻ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? എനിക്കെങ്ങനെയാണ് സന്തോഷിക്കുക? ഈ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് കഷ്ടപ്പെടുകയാണ്. അവരുടെ കണ്ണുനീരിൽ ചാടിട്ടൊഴുകുന്നതിന്റെ നടുവിലൂടെയാണ് ഞാൻ കടന്നു പോകുമ്പോ എനിക്കെങ്ങനെയാണ് പ്രസന്നവദനാവാൻ സാധിക്കുക എന്ന് എന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് ചോദിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനക്ക് ബാല്യം മുതൽ എന്റെ പിതാവ് സമയം കൊടുക്കുകയുണ്ടായി. 1954 1940 പൊന്നാനിയിൽ നടന്ന MSFന്റെ സമ്മേളനത്തിലാണ് എന്റെ പിതാവ് കേരളത്തിലെത്തുന്നത്. അന്ന് എന്റെ പ്രിയപ്പെട്ട ഉപ്പക്ക് 18 വയസ്സ് മാത്രം പ്രായമാണ്. പിന്നീട് അതിനുശേഷം 54 വർഷം മുസ്ലിം ലീഗ് എന്ന ഈ രാഷ്ട്രീയ സംഘടനയുടെ കൂടെ എന്റെ പ്രിയപ്പെട്ട പിതാവ് സഞ്ചരിക്കുകയുണ്ടായി. ഈ ഉമ്മത്തിന്റെ പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും എന്റെ ഉപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. നമ്മൾ ഉത്തരവാദികളാണ്, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടവരാണ്, നമ്മൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. മുസ്ലിം സമൂഹത്തിന്റെ പതിതോവസ്ഥയെക്കുറിച്ച് അല്ലാഹു തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം വിശ്വാസത്തിന്റെ രാഷ്ട്രീയമാണ്. അത് ഉദാത്തമായ മാനവികതയുടെ രാഷ്ട്രീയമാണ്. വിശുദ്ധ ഖുർആന്റെ ആഹ്വാനമുണ്ട്. എന്റെ പിതാവ് എപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. പിതാവ് എപ്പോഴും ഉദ്ധരിക്കുമായിരുന്നു വിശുദ്ധ ഖുർആനിലെ ആ വിശുദ്ധ വചനം, കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ടമായ സമൂഹമാണ്, ജനപദത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ട ഏറ്റവും ഉത്കൃഷ്ട സമൂഹമാണ്, ധർമ്മത്തിന്റെ ധ്വജവാഹകരാണ്, അനീതിക്കെതിരെ പടപൊരുതേണ്ടവരാണ്. ആ ഉത്തമ സമുദായത്തിന്റെ ബാധ്യതയും ബോധ്യവുമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് പതാകയുമായി മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. പടച്ച തമ്പുരാന്റെ ഭാഷത്തെ നാം നെഞ്ചിൽ ചേർത്ത് വെക്കുക. എന്റെ പ്രിയപ്പെട്ട പിതാവ് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള വിശുദ്ധ ഖുർആനിലെ മറ്റൊരു സൂക്തത്തെയും ഞാൻ ഓർത്തു പോവുകയാണ്. അല്ലാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് കേട്ടോ എന്ന വിശുദ്ധ ഖുർആന്റെ ആപ്തവാക്യവും ഈ ഉമ്മത്തിന്റെ മാർഗദർശനമാണ്. വിശുദ്ധ ഖുർആന്റെ വിശുദ്ധ വചസ്സുകളെ ശിരസാ വഹിക്കുമ്പോൾ തന്നെ അന്ത്യപ്രവാചകനായ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ അനുഷ്ഠാനങ്ങളെ അനുധാവനം ചെയ്ത് കടന്നു പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുകൂടി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുമ്പോ നമ്മൾ ഓർക്കേണ്ടതാണ്. Before I end, I am reminded of another incident with regard to marhum C.H. Muhammad Koya Sahab. He was traveling in a car in one part of the Malabar, and a women's college has thus left for the lunch break. C.H. Muhammad Koya told the driver, please stop the car. And he stood looking at the gates of that women's college where girls were coming out of the college. A person who was accompanying him was another great leader of Indian Union Muslim League, K.C. Abu Bakr Maulvi. You will remember, there was a leader from Malappuram, K.C. Abu Bakr Maulvi. He was with C.H. C.H. stood there for a minute and told the driver, please proceed. After a while, K.C. asked, why did you ask the driver to stop the car? He said, C.H. said, I have a dream. I have a dream for my community. I have a dream for the Muslim sisters of my Kerala. I have a dream for the Muslim sisters of Malabar. He said, I am dreaming of a day
when like this in hundreds, my sisters wearing hijab will come out of colleges. Alas, alas, the day has come today. The day has come when his sisters have gone on to become doctors in hundreds. But today, CH is not here. But his dreams we cherish. We cherish. We cherish his dreams. ഞാൻ മറ്റൊരു സംഭവം ഓർത്തു പോവുകയാണ്. മലബാറിന്റെ പ്രാന്തപ്രദേശത്തിലൂടെ മുസ്ലിം ലീഗിന്റെ ജാജ്വല്യമാനായ നായകൻ പ്രിയപ്പെട്ട CH ഒരു കാറിലൂടെ സഞ്ചരിക്കുകയാണ്. മലബാറിന്റെ ഏതോ ഗ്രാമത്തിലൂടെ പ്രിയപ്പെട്ട CH കാറിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കോളേജിന്റെ കവാടത്തിലൂടെ കടന്നുപോയി. ആ കോളേജിന്റെ കവാടത്തിന്റെ മുന്നിലെത്തിയപ്പോ നൂറുകണക്കിന് വരുന്ന യുവതികളായ വിദ്യാർത്ഥിനികൾ ആ കവാടം കടന്ന് പുസ്തകവുമായി കടന്നു വരുന്ന കാഴ്ച CH കാണുകയാണ്. തന്റെ ഡ്രൈവറോട് CH കാർ നിർത്താൻ പറയുകയാണ്. CHന്റെ കൂടെ മുസ്ലിം ലീഗിന്റെ സമാദരണീയനായ മറ്റൊരു നേതാവ് ബഹുമാന്യനായ KC അബൂബക്കർ മൗലവിയും കൂടെ ഉണ്ടായിരുന്നു. CH ആ കാഴ്ച കാണുകയാണ്. ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. കോളേജിന്റെ കവാടത്തിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥിനികളെ CH നോക്കുകയാണ്. CH ചിന്താനിമഗ്നനാണ്. അദ്ദേഹം മൗനിയായി അദ്ദേഹം ഈ കാഴ്ച കാണുകയാണ്. അല്പസമയത്തെ നിമിഷങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ട CH ഡ്രൈവറോട് പറയുകയാണ്, വണ്ടി എടുത്തേക്കാൻ പറയുകയാണ്. വണ്ടി പോവുകയാണ്. കോളേജിന്റെ മുമ്പിലെത്തിയപ്പോ ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറയുന്നു. അല്പനേരം ആ കാഴ്ച കാണും. കുട്ടികൾ കടന്നു പോകുന്നതിനെ ചിന്താനിമഗ്നനായി പ്രിയപ്പെട്ട CH വീക്ഷിക്കുന്നു. അതിനുശേഷം ഒന്നും ഉരിയാടാതെ എന്തോ ആലോചനയിലെന്ന പോലെ, എന്തോ സ്വപ്നത്തിലെന്ന പോലെ CH തന്റെ ഡ്രൈവറോട് വണ്ടിയെടുക്കാൻ പറയുന്നു. ഘാതമകല കഴിഞ്ഞപ്പോ അഭിവന്ദനായ KC അബൂബക്കർ മൗലവി CHനോട് ചോദിച്ചു, പ്രിയപ്പെട്ട CH, എന്തിനാണ് ആ കോളേജിന്റെ കവാടത്തിന്റെ മുമ്പിലെത്തിയപ്പോ നിങ്ങൾ കാറ് നിർത്താൻ പറഞ്ഞത്? നിങ്ങൾ ആ കാഴ്ച കണ്ടത്, കുട്ടികൾ കടന്നു പോകുമ്പോ നിശബ്ദനായി നോക്കിയത്? പ്രിയപ്പെട്ട CH, അങ്ങ് പറയുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ CH അന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട KC, ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു നാള് വരും അന്നെന്റെ ഉമ്മത്ത്, എന്റെ പ്രിയപ്പെട്ട സമുദായം ഇതുപോലുള്ള കോളേജിന്റെ കവാടത്തിന്റെ മുമ്പിലൂടെ പുസ്തകം കയ്യിലേന്തി എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സമുദായത്തിലെ പെൺകുട്ടികൾ ശിരോവസ്ത്രമണിഞ്ഞ് ഹിജാബണിഞ്ഞ് നെഞ്ചിൽ പുസ്തകമേന്തി കോളേജിന്റെ കവാടങ്ങൾ കടന്നു വരുന്ന ഒരു കാലത്തെ പ്രിയപ്പെട്ട KC ഞാൻ കിനാബ് കാണുകയാണ് എന്ന് CH അന്ന് KC അബൂബക്കർ മൗലവിയോട് സങ്കടത്തോടെ പറഞ്ഞത് പ്രിയപ്പെട്ട CH സ്വപ്നം കണ്ടത് ഞാൻ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദര, ഇന്ന് CH നമ്മോടൊപ്പമില്ല, പക്ഷേ CHന്റെ സ്വപ്നം നമ്മോടൊപ്പമുണ്ട്. നോക്കൂ, നിങ്ങൾ മലബാറിന്റെ പ്രാന്തപ്രദേശത്തേക്ക് നോക്കൂ. എത്രയെത്ര നമ്മുടെ പെൺകുട്ടികളാണ് ഡോക്ടർമാർ, എത്രയെത്ര നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരാണ് വിദ്യാസമ്പന്നർ. CH പോയി, പക്ഷേ മഹാനായ CHന്റെ സ്വപ്നം നമ്മുടെ മുമ്പിൽ ഇതാ സൂര്യമുഖം പോലെ തെളിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ നായകന്മാർ, അവര് കണ്ട സ്വപ്നങ്ങൾ എന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരാ നമ്മൾ ഓർക്കേണ്ടതാണ്. And there is chaos and confusion all over the world. The forces of Zionism, the forces of imperialism are out to crush justice all over the world. People are suffering. Innocent men, women and children are suffering all across the globe. Be it in Iraq, be it in Somalia, be it in Korea, be it in Afghanistan. We share solidarity with all those grieving people all over the country, all over the world. And we show solidarity with those people. And we are indeed happy at the silver lining that we see in Egypt and Tunisia, where a new dawn of democracy, the Arab Spring, is setting in Egypt and Tunisia. When we see this silver lining, our heart still grieves for the people of Palestine who haven't seen independence, who haven't seen democracy, who haven't seen rays of hope for the last 50 years. We pray and we show solidarity with the people of Palestine that one day they will see independence in their country.
they'll be free. They'll be free. Palestine will be free, inshallah. And we hope and pray that we move forward, shoulder to shoulder, hand to hand, with this great organization, Indian Union Muslim League. With these words, I inaugurate the Harida Yatra of Indian Union Muslim League, Manandawadi Constituency Committee. And with these words, I end. Wa akhir dawana alhamdulillahi rabbil alameen. Assalamu alaikum wa rahmatullahi wa barakatuh. സംഘർഷത്തിന്റെ ലോക സാഹചര്യത്തെയും നാം ഈ സന്ദർഭത്തിൽ കാണുകയാണ്. ലോകത്ത് നടക്കുന്ന പ്രയാസങ്ങൾ, അധിനിവേശ ശക്തികളുടെ അതിക്രമങ്ങൾ, സാമ്രാജ്യത്വ ശക്തികളുടെ ഏറ്റവും വലിയ മുറിപ്പെടുത്തലുകൾ, അവരുടെ പീഡനങ്ങൾ, സുഡാനിലെ സഹോദരന് നമ്മുടെ ഐക്യദാർഢ്യം, കൊറിയയിലെ സഹോദരന് നമ്മുടെ ഐക്യദാർഢ്യം, ഇറാനിലെ സഹോദരനും നമ്മുടെ ഐക്യദാർഢ്യം, പലസ്തീനിൽ സ്വാതന്ത്ര്യം സ്വപ്നം കാണുന്ന പാവങ്ങളായ പലസ്തീൻ മക്കൾക്കും നമ്മുടെ ഐക്യദാർഢ്യം. അതോടൊപ്പം തന്നെ നാം ചില പ്രതീക്ഷകളുടെ വെള്ളിരേഖകളും ലോകത്ത് നിന്ന് കാണുകയാണ്. അത് ടുണീഷ്യയുടെ തെരുവിൽ നിന്നാണ്, അത് ഈജിപ്തിന്റെ മണ്ണിൽ നിന്നാണ്. ജനാധിപത്യത്തിന്റെ വെള്ളി വെളിച്ചം നാം അവിടെ നിന്ന് ദർശിക്കുകയാണ്. അവർ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് പുതിയ ലോക സാഹചര്യത്തിലെ പുതിയ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത്, ഹേ സഹോദര, തോളോട് തോൾ ചേർന്ന് നിൽക്കുക, കൈകൾ ചേർത്തു പിടിക്കുക, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ പച്ചപ്പതാകയുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ വാക്കുകൾ ഉദ്ധരിച്ച് മാനന്തവാടിയിലെ ഹരിതയാത്രക്ക് എന്റെ ഹൃദയമായ അഭിവാദ്യങ്ങൾ ഈ വാക്ക് പറഞ്ഞ് ഈ ഹരിതയാത്രയുടെ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. ഹരിത പതാക സിന്ദാബാദ്. ഹരിത പതാക സിന്ദാബാദ്. ഹരിത പതാക സിന്ദാബാദ്. ഹൈദരൽ തങ്ങൾ സിന്ദാബാദ്. ഹൈദരൽ തങ്ങൾ. മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗ് സിന്ദാബാദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ നേതാക്കന്മാരെ, മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും MSFന്റെയും STUവിന്റെയും സഹപ്രവർത്തകരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന നാളെയും മറ്റന്നാളുമായി മാനന്തവാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകൃതിയെയും ഭൂമിയെയും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവും, അതോടൊപ്പം തന്നെ ഈ 2.5 വർഷക്കാലം ഐക്യ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്ന ഉദാത്തമായ 2 ലക്ഷ്യങ്ങളുമായി KC ആലി സാഹിബിന്റെ നേതൃത്വത്തിലും കടവത്ത് മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിലും നടത്തുന്ന ഈ ജാഥയുടെ ഔപചാരിക ഉദ്ഘാടന സെഷന് മാനന്തവാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ 1000 അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പക്ഷെ 1 മണിക്കൂറോളം പ്രസംഗിച്ചത് കൊണ്ട് പ്രാസംഗികന് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രസംഗമില്ല. ഇനി നന്ദി പ്രകടനത്തിനായി KC ആലി ഹാജിയെ ക്ഷണിക്കുന്നു. ജാഥ ക്യാപ്റ്റൻ. ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി സിറാജ് സെഡ്, ബഹുമാന്യനായ PPV മൂസ സാഹിബ്, MK അബൂബക്കർ ഹാജി സാഹിബ്, യോഗാധ്യക്ഷൻ ഇബ്രാഹിം മാസ്റ്റർ, ജാഥ വൈസ് ക്യാപ്റ്റൻ കടവത്ത് മുഹമ്മദ്, പടയൻ മുഹമ്മദ്, C കുഞ്ഞബ്ദുള്ള, മറ്റ് ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, വികസന മുന്നേറ്റം പരിസ്ഥിതി സംരക്ഷണ മുദ്രാവാക്യവുമായി മാനന്തവാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നാളെ രാവിലെ കൃത്യം 9 മണിക്ക് പനമരം ടൗണിൽ വെച്ച് ആരംഭിക്കുന്ന 2 ദിവസത്തെ ഹരിതയാത്രയുടെ
പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നാളെ വെള്ളിയാഴ്ചയാണ്. രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ ജാഥ ആരംഭിക്കേണ്ടതുണ്ട്. മുഴുവൻ ജാഥാംഗങ്ങളും 8 മണിക്ക് പനമരം ടൗണിൽ എത്തിച്ചേരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. 12 മണിക്ക് കെല്ലൂരിൽ സമാപിക്കേണ്ട ജുമാ നിസ്കാരത്തിന് വേണ്ടി സമാപിക്കേണ്ട ജാഥ ആ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പരിപാടി നല്ല രീതിയിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു അവരുടെയും കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുന്നു. ഈ മഹത്തായ നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ച ബഹുമാന്യനായ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പി ഇബ്രാഹിം മാസ്റ്റർ അവരുടെയും അതുപോലെ തന്നെ ഈ മഹത്തായ ജാഥയ്ക്ക് ഈ ചടങ്ങിൽ ആശംസ